മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. കാട്ടാക്കട PR വില്യംസ് സ്കൂളിലെ വിദ്യാർത്ഥി കുറ്റിച്ചൽ അരികിൽ സ്വദേശി വൈശാഖാണ് ആത്മഹത്യ ചെയ്തത്. ഒരു മൊബൈൽ ഫോൺ വിദ്യാർത്ഥികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ വാർത്ത. മൊബൈൽ ഫോൺ ഉപയോഗത്തെ ചൊല്ലി വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇന്നലെ കുട്ടി പഠിക്കുന്ന സ്കൂളിലും ട്യൂഷൻ സെന്ററിലും രക്ഷിതാക്കൾ എത്തിയിരുന്നു. 10ാം ക്ലാസ്സിലാണെന്നും പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നും അധ്യാപകർ പറഞ്ഞിരുന്നു. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയോട് വൈശാഖ് ഫോൺ ചോദിച്ചു. എന്നാൽ നൽകിയില്ല. തുടർന്ന് അച്ഛനും അമ്മയും സ്കൂളിലെയും ട്യൂഷൻ സെന്ററിലെയും കാര്യം പറഞ്ഞു. അച്ഛനും വൈശാഖിന് ഫോൺ നൽകിയില്ല. രാത്രി 9:30 പിണങ്ങി മുറിയിൽ കയറി വൈശാഖ് വാതിലടച്ചു. രാത്രി 10:45 രക്ഷിതാക്കൾ വാതിലിൽ തട്ടിയെങ്കിലും തുറന്നില്ല. തുടർന്ന് നോക്കിയപ്പോഴാണ് ജനലിൽ ഷാളിൽ കുടുങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടത്. തുടർന്ന് അയൽവാസികളെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് വൈശാഖിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെയ്യാർ ഡാം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: രാത്രിയായപ്പോഴത്തേക്ക് ഒരു വിളി കേട്ട് അങ്ങനെ ഞങ്ങൾ ഓടി കൂടി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ എൻ്റെ അമ്മ പറയുന്നു. ആഹാരം കൊടുത്ത് 3 ദോശ ഇട്ട് കൊടുത്ത് മുട്ടയും പൊരിച്ച് കൊടുത്ത് കഴിച്ചും കൊണ്ട് ഫോണ് ചോദിച്ചു. അപ്പോൾ മക്കളെ നീ 10ലാണ് ഫോണ് തരില്ല എന്ന് പറഞ്ഞെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. ഉടനെ ഒരു വിളി കേട്ടുകൊണ്ട് എൻ്റെ ചേടാറിനോ കൂടിയൊക്കെ വന്ന് അത് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ തല കുമ്പിട്ട് കിടക്കുന്ന ഇതാണ് കണ്ടത്. ഉടനെ തന്നെ ഞങ്ങൾ ആ കുരുക്കഴിച്ച് എല്ലാവരും കൂടെ ചേർന്ന് വണ്ടി വിളിച്ച് നെയ്യാരം പിടിച്ചിട്ട് കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ പോയെന്ന് പറഞ്ഞു. അതാണ് അന്ന് സംഭവം. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് വന്നു അവർ കണ്ടിട്ട് പോയി. അവർ വേറെ നാളെ വരാമെന്ന് പറഞ്ഞ് പയ്യൻ കാട്ടാക്കട PR വില്യംസിലാണ് പഠിക്കുന്നത്. ഇനി 10ലാണ്. ഇന്നലെ ക്ലാസ്സിൽ പോയി. ഇന്ന് പഠിക്കാൻ പോകാൻ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, ഞാൻ നാളെ കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരണം, നീയും കളർ ഡ്രസ്സ് ഇടണം, എനിക്ക് പുതിയ ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞ് ടൈം ടേബിളൊക്കെ എടുത്ത് ചെവിലൊട്ടിച്ചു. ഇന്ന് കൊണ്ടുപോകാനുള്ള ബുക്കുകളൊക്കെ അടുക്കി വെച്ചു. ഇന്നലെ ട്യൂഷൻ 7 മണി വരെ ട്യൂഷൻ ക്ലാസ്സിന് പോയിരുന്നു രാത്രി. അത് കഴിഞ്ഞ് വന്നാണ് ഭക്ഷണം കഴിച്ച്. വേറെ യാതൊരു ഇതുമില്ല. അങ്ങനെ അച്ഛനും അമ്മയായിട്ടും വഴക്ക് പറയണത് തള്ളയ്ക്കെന്ന് വെച്ചാൽ ഒരു കൊച്ച് ഞാൻ പ്രസവത്തിൽ തന്നെ മരിച്ചുപോയി. അത് ഈ മോനെ നല്ല തലവലിച്ച് വളർത്തുന്നതാണ്. ഒരാളേ ഉള്ളൂ, ഒരു മോനേ ഉള്ളൂ. കളരിക്ക് പോകുമ്പോൾ അമ്മ കൂടെ ഏത് സ്ഥലത്ത് പോയിരുന്നാൽ അമ്മയും കൂടെ പോകണതാണ്. അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അവനും തള്ളയ്ക്കും ഇതാണ്. അവൻ്റെ അമ്മയ്ക്കും ഈ മോനെന്ന് പറഞ്ഞാൽ ജീവനാണ്. അച്ഛനും അതേപോലെ ഒരു മോനേ ഉള്ളൂ. സ്ഥലം എവിടെയാണത്? സ്ഥലം അരികിൽ മേലാച്ചിക്കോണം എന്ന് പറയും. കുറ്റിച്ചൽ പഞ്ചായത്തിൻ്റെ കോട്ടൂർ പോണ റൂട്ട് മേലാച്ചിക്കോണമാണ്. നാം ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതേ ഡോപ്പമിൻ തന്നെയാണ് മൊബൈൽ ഗെയിമുകൾ കളിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങുമ്പോൾ തലച്ചോറിലെ ഈ ഡോപ്പമിൻ പ്രവാഹം നിലയ്ക്കുകയും കുട്ടി പെട്ടെന്ന് അക്രമാസക്തമാവുകയും ചെയ്യുന്നു. ഡിജിറ്റൽ വിഡ്രോവൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇന്ന് കൊച്ചുകുട്ടികൾ വരെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ്. സ്ക്രീനിങ്ങിന് പുറത്തുള്ള ലോകം എത്ര മനോഹരമാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.